ഹായ് ആൾ, വെൽക്കം ടു എഡ്യൂബി. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓൺ വിച്ച് ഡേറ്റ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ 2025 ഈസ് സെലിബ്രേറ്റഡ്? 2025 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 3rd മെയ്, 2nd മെയ്, 1st മെയ്, 4th മെയ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ മെയ് 3rd ആണ് ആൻസർ. ഓക്കെ, മെയ് 3rd. തീമാണ് റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ് ന്യൂ വേൾഡ് ദ ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദ മീഡിയ. ഇതാണ് ഈ വർഷത്തെ തീം. ഇത് ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ UN ആണ്. UN ജനറൽ അസംബ്ലി ആണ് ഇൻ 1993. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025? 2025 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. 101, 151, 162, 132. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ നോക്കാം. 151, 151 ഉത്തരം. അപ്പം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 2025 151. ഔട്ട് ഓഫ് 180 കൺട്രീസ് ആണ്. 180 രാജ്യങ്ങളാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിലാണ് ഇന്ത്യയുടെ റാങ്ക് 151. 2024 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 159 ആയിരുന്നു. ഔട്ട് ഓഫ് 180 കൺട്രീസ്. ഓക്കെ, ഇന്ത്യയെ സീരിയസ് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീരിയസ് കാറ്റഗറിയിലാണ്. ഇനി ഇത് ടോപ്പ് ചെയ്ത് ആരാണെന്ന് നോക്കണ്ടേ? ഇത് ടോപ്പ് ചെയ്തത് നോർവേ ആണ്. ഇത് ആരാ റിലീസ് ചെയ്തതെന്നും കൂടി നമുക്ക് നോക്കാം. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ്. ഓക്കെ, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. On May 2, 2025, Yoga Mahotsav 2025 was held in which state or union territory എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മെയ് 2-ാം തീയതി 2025 യോഗ മഹോത്സവ് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. നാസിക് മഹാരാഷ്ട്ര, ന്യൂഡൽഹി, പാട്ന ബീഹാർ, ആഗ്ര ഉത്തർപ്രദേശ് ആണ് ഓപ്ഷൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് നാസിക് മഹാരാഷ്ട്രയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയാം. യോഗ ഡേ എന്നാണ്? യോഗ ഡേ ജൂൺ 21 ആണ്. എന്നാണ് ജൂൺ 21. ഇത് എന്നാണ് ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത്? 2014. അതായത് 2025 ആകുമ്പോഴത്തേക്കും 11 ഇയേഴ്സ് ആകുകയാണ്. ഓക്കെ, 11 ഇയേഴ്സ് ആകുകയാണ്. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ യോഗ മഹോത്സവമാണ് ഇപ്പൊ നടന്നത്. എവിടെ വെച്ചിട്ട്? നാസിക് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് നടന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തീം നോക്കാം. യോഗ ഫോർ വൺ എർത്ത്, യോഗ ഫോർ വൺ എർത്ത്, വൺ ഹെൽത്ത്. ഇതാണ് ഈ വർഷത്തെ തീം. ഓക്കെ, ഈ വർഷത്തെ തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത്, വൺ ഹെൽത്ത്. അതാണ് ഈ വർഷത്തെ തീം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which country has become the 123rd country in the world to sign the International Solar Alliance Framework Agreement? അപ്പം നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അത് സൈൻ ചെയ്യുന്ന 123ാമത്തെ സിഗ്നേറ്ററി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. അർജന്റീന, അങ്കോള, ഡെൻമാർക്ക്, ഇറ്റലി. ആൻസർ എന്ന് പറയുന്നത് അങ്കോളയാണ് ആൻസർ. ഓക്കെ, അങ്കോളയാണ് ആൻസർ. ISAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യയിലെ ഗുരുഗ്രാം ആണ്. ഗുരുഗ്രാം ഹരിയാനയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, 2015 ISA ഫോം ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെ ചേർന്നിട്ടാണ്? ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ട്. അപ്പൊ ഇതിന്റെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യയും, കോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, കോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഓക്കെ, ഇനി ഇത് വേറൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Where did DRDO conduct the maiden flight trial of stratospheric airship platform? അപ്പോൾ DRDO അവരുടെ ആദ്യത്തെ സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം എവിടെയാണ് ഫ്ലൈറ്റ് ട്രയൽ ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കാം. ആഗ്ര ഉത്തർപ്രദേശ്, പൊഖ്രാൻ രാജസ്ഥാൻ, ഷോപ്പൂർ മധ്യപ്രദേശ്, ബംഗളൂരു കർണാടക. ഇതാണ് ഓപ്ഷൻസ്.
ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഷോപ്പൂർ രാജസ്ഥാനാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, DRDOയുടെ ഡയറക്ടർ ആരാണെന്ന് അറിയാം എല്ലാവർക്കും. DRDOയുടെ ഡയറക്ടർ ജനറൽ സമീർ വി കാമത്താണ് ആൻസർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. India provided 200 million loan to which country to modernize its armed forces? Armed forces മോഡർണൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ $200 million ഏത് രാജ്യത്തിനാണ്? ഇന്ത്യ എത്രയാണ്? $200 million ആണ് കൊടുത്തത്. ഏത് രാജ്യത്തിന് കൊടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. അർജന്റീന, അങ്കോള, ഡെൻമാർക്ക്, ഇറ്റലി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അങ്കോളയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇപ്പം അങ്കോളയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ മാനുവൽ ഇപ്പോൾ ഇന്ത്യ വിസിറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യണം, അദ്ദേഹം $200 million ലോൺ അഗ്രിമെന്റ് ഇന്ത്യ ആയിട്ട് അങ്കോള സൈൻ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്? ആംഡ് ഫോഴ്സസിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ISAയിലെ സിഗ്നേറ്ററി ആയിട്ട് അവർ സൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇനിഷ്യേറ്റീവ് ഉണ്ടായി, മേജർ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്. ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many medals the young Indian boxing contingent won in the first Asia Under-15 and Under-17 boxing championship 2025? അപ്പോൾ 2025 ആദ്യത്തെ ഏഷ്യൻ Under-15 Under-17 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യ എത്ര മെഡൽ വിൻ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 48, 43, 23, 36 ഇത്രയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 43 ആണ്. ഇന്ത്യ എത്ര മെഡലാണ് വിൻ ചെയ്തത്? 43 മെഡലാണ് വിൻ ചെയ്തത്. അതിൽ 15 ഗോൾഡും 6 സിൽവറും 22 ബ്രോൺസുമാണ് ഇന്ത്യ എന്ത് ചെയ്ത് വിൻ ചെയ്തത്. ഇനി ഇത് ഹോസ്റ്റ് ഇത് എവിടെ വെച്ചാണ് നടന്നതെന്ന് നോക്കണ്ടേ. അത് അമ്മാൻ, ജോർദനിൽ വെച്ചിട്ടാണ് നടന്നത്. ജോർദൻ്റെ ക്യാപിറ്റലായിട്ടുള്ള അമ്മാനിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൽ ടോപ്പ് ചെയ്തത് ആരാണെന്ന് നോക്കണ്ടേ. ഇതിൽ ടോപ്പ് ചെയ്തത് കസാഖിസ്ഥാനാണ്. ഓക്കെ, എത്ര മെഡലാണ്? 44 മെഡലാണ് കസാഖിസ്ഥാൻ കിട്ടിയത്. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സ് കൂടെ നമുക്ക് പറയാം. 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലും വേൾഡ് ബോക്സിംഗ് കോൺഗ്രസും ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലും വേൾഡ് ബോക്സിംഗ് കോൺഗ്രസും ഓക്കെ ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Recently, which state government imposes ban on stubble burning to protect environment and soil health? അപ്പോൾ എന്താണ് എടാ, ഈ കൃഷിയൊക്കെ കഴിഞ്ഞ ശേഷം അതിൽ വരത്തില്ലേ വൈക്കോലെന്ന് നമ്മൾ പറയും. ആ വൈക്കോല് കത്തിക്കുന്നത് ബാൻ ചെയ്ത സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, കർണാടക ഇത്രയാണ് ഓപ്ഷൻസ്. ഇനി എന്ത് ചെയ്യാം, ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ വരുന്നത് മധ്യപ്രദേശാണ് ആൻസർ. അപ്പം എന്താണ് ഈ സ്റ്റബിൾ ബേണിംഗ് വഴിയിട്ട് എൻവയോൺമെന്റിൽ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്, പോയിട്ട് സോയിൽ ഫെർട്ടിലിറ്റിയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, മധ്യപ്രദേശ് ഇതിനെ ബാൻ ചെയ്തത്. എന്നിട്ട് മധ്യപ്രദേശ് വേറൊരു നടപടിയും കൂടെ എടുത്തു. ഈ ബാൻ എന്താണ് അനുസരിക്കാണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, KCC കിസാൻ സമ്മാൻ നിധി ഇല്ലേ, KCC അല്ല, കിസാൻ സമ്മാൻ നിധി കിട്ടുന്നില്ലേ, 6000 രൂപ പെർ ഇയർ, അത് ബാൻ ചെയ്യും, 1 വർഷത്തേക്ക് ബാൻ ചെയ്യും. ഇതാണ് മധ്യപ്രദേശ് എടുത്ത പുതിയ തീരുമാനം. എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who has been appointed as the new Secretary of Department of Revenue? Department of Revenueലെ പുതിയ സെക്രട്ടറിയായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. രാജീവ് കുമാർ, അരവിന്ദ് ശ്രീവാസ്തവ, അജയ് ഭൂഷൺ പാണ്ഡെ, TV സോമനാഥ്. നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എന്താണെന്ന് നോക്കാം. അരവിന്ദ് ശ്രീവാസ്തവയാണ് ആൻസർ. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ പുതിയ ന്യൂ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആരാണ്? ഇദ്ദേഹമാണ് അരവിന്ദ് ശ്രീവാസ്തവ. ഇദ്ദേഹമാണ് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. അപ്പം ഇദ്ദേഹം ഒരു IAS ഓഫീസറാണ്. എന്താണ്, ഒരു IAS ഓഫീസറാണ്.
നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഹോസ്റ്റ് ഓഫ് 28th നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവർണൻസ്? അപ്പം 2025 ഇ ഗവർണൻസിന്റെ നാഷണൽ കോൺഫറൻസ് 28ാമത്തെയാണ്. അതിന്റെ ഹോസ്റ്റ് ആരാണ് എന്നാണ് ചോദ്യം. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, തമിഴ്നാടാണ് ഓപ്ഷൻസ്. അപ്പൊ ആൻസർ നോക്കാം. ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ. ആന്ധ്രാപ്രദേശ് ആണ് ഹോസ്റ്റ്. തീം നോക്കാം. ദ തീം ഓഫ് 2-day കോൺഫറൻസ് എന്ന് പറയുന്നത് വികസിത് ഭാരത് സിവിൽ സർവീസ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഓക്കെ, ഇത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തു. അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.